രീതിയിൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് നമ്മൾ പല കോളേജിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലൊരു 2-3 കോളേജിൽ നമ്മൾ പേഴ്സണലി പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി പെട്രോൾ അടിച്ച് കോട്ടയവും തിരുവനന്തപുരം ഒക്കെ പോയിട്ടുണ്ട്. അവിടെ ചെന്നിരുന്നാൽ എച്ച്ഒഡിനെ മീറ്റ് അവന്മാരെ മൈൻഡ് ചെയ്യൂല. അതായത് മൈൻഡ് വിളിച്ചപ്പോൾ ഓക്കെ ഒക്കെ പറഞ്ഞ ആൾക്കാരാവും, നിങ്ങൾ എന്തിനാ വന്നത്, ഇല്ലപ്പോൾ സമയമല്ലോ കേട്ടോ, പിന്നെ വരും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ബാഡ് ബിഹേവിയർ നമുക്ക് പല കോളേജിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇന്ന് ഇതിനകത്തേക്ക് കയറി വന്നപ്പോൾ ആലോചിച്ചത്. അപ്പൊ അങ്ങനെ 2 കോളേജിൽ അവർ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള അപ്രോച്ചിന് ശേഷം നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം ചെയ്യാം, കോളേജിലേക്ക് പോകണ്ട. ഇന്നിപ്പോ നിരവധി കോളേജുകൾ വിളിക്കുന്നുണ്ട്. ഓരോ മാസവും തന്നെ ഒരുപാട് കോളേജുകൾ അപ്രോച്ച് ചെയ്തിട്ട് അവിടെ സെഷൻ എടുക്കാവോ, ഇവിടെ സെഷൻ എടുക്കാവോ എന്നുള്ള രീതിയിൽ. ഈ ഇൻഡസ്ട്രിയിൽ നോളജ് ഇല്ലാത്ത ടീച്ചേഴ്സാണ് നമ്മുടെ പ്രശ്നം, അല്ലാതെ എല്ലാ കോളേജും എല്ലാവരും പ്രശ്നം എന്നല്ല ഒറ്റ പറയണത്. നല്ല ടയർ 1 കോളേജുകളുണ്ട്, നല്ല കോളേജുണ്ട്, ഈവൻ ടയർ 2 ടയർ 3 ചില നല്ല കോളേജുകളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 95% ആൾക്കാർക്ക് കോഡിംഗ് സ്കിൽ ഇല്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സർവേ ഏജൻസികൾ സർവേ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണുന്നെങ്കിൽ ജോലിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഇല്ലാത്ത രീതിയിലാണ് മെജോറിറ്റി സ്റ്റുഡൻസും പുറത്തിറങ്ങുന്നത്. എങ്ങനെ പരിഹരിക്കും? നമുക്ക് ഇവരൊക്കെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, പരിഹരിക്കണം, എന്തെങ്കിലും വഴി വേണം. അപ്പൊ ഇതിനൊക്കെയുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു പരിഹാരമാണ് പ്രോട്ടോടൈപ്പ് യൂട്യൂബ് ചാനലും അതുപോലെ ഇവിടെയുള്ള ബ്രോകാമ്പ് പരിപാടിയും അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയേക്കുന്ന ഈ ക്യാമ്പസ് കമ്മ്യൂണിറ്റി പ്രോഗ്രാമും ഒക്കെ. 100K കോഡിംഗ് ചലഞ്ച്. ചിലപ്പോൾ കോഡിംഗ് അറിയുന്ന ഒരുത്തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇയാളെന്തേ വലിച്ചു നീട്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ ഞാൻ കണ്ടാൽ തന്നെ എന്ത് ബോറാണെന്നാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഒരു തുടക്കക്കാരന് ആ രീതിയിൽ വളരെ സ്ലോയിൽ കഥ പറഞ്ഞു കൊടുക്കണം. അതിൽ ഓരോ സീരീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ 100K കോഡിംഗ് ചാലഞ്ചിലൂടെയാണ് എൻ്റെ കരിയർ പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ക്ലാസ്സസ് എനിക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന കാര്യം കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം നിഖിൽ സാറെ മുമ്പിൽ വെച്ച് നിഖിൽ സാറോട് പറയാനുള്ളൊരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഓരോ കോൺസെപ്റ്റ് ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ക്ലിയർ ആവുന്ന രീതിയിൽ സാർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇവിടെ ഇന്ന് ഞാനിപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മെയിൻ റീസൺ ഈസ് ബ്രോട്ടോടൈപ്പ്. ഒരു റിയാലിറ്റി പറയുകയാണെങ്കിൽ തന്നെ BCA പഠിച്ചിറങ്ങിക്കഴിഞ്ഞ അവസാനം എന്താണ് പഠിച്ചതെന്ന് പോലും അറിയില്ല. ഒരു വലിയ കൺസെപ്റ്റ് ആയാലും ചെറിയ രീതിക്ക് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റൂ എന്ന രീതിക്ക് അവരത് എക്സ്പ്ലെയിൻ ചെയ്തു, മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തു. അതാണ് പ്രോട്ടോടൈപ്പിൻ്റെ വിജയം. വളരെ എൻട്രി ആൾക്കാർക്ക് ഒരു ജമ്പ് ഈ സംഭവം പോസിബിൾ ആണ് എന്നുള്ളൊരു ധൈര്യം കൊടുക്കുക, അതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. അതിൻ്റെ അപ്പുറം മുകളിലോട്ട് പോകാൻ നിങ്ങൾ വേറെ പല ചാനലുകളും റെഫർ ചെയ്തോണം. 14 കോളേജസ്, 28 അംബാസിഡേഴ്സ്, 150 സ്റ്റുഡൻസ്, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു മീറ്റ്. ഇന്നായിരുന്നു നമ്മുടെ ബ്രോട്ടോടൈപ്പ് ക്യാമ്പസ് മീറ്റ്. ഹായ് ഓൾ, ഞാനിത് കൊച്ചി നമ്മുടെ ഹബ്ബിലാണുള്ളത്. ഇനി ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ കോളേജ് ക്യാമ്പസ് അംബാസിഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കോളേജ് കമ്മ്യൂണിറ്റി എന്തായാലും ജസ്റ്റ് പറഞ്ഞുതരാം. ഓൾറെഡി നമ്മൾ കോളേജിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കോഡിംഗ് പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഗൈഡ് ചെയ്യുന്നവരാണ് നമ്മുടെ ബാക്കിലുള്ള ഈ കോളേജ് അംബാസിഡേഴ്സ്. ഏകദേശം 28, അതായത് ഒരു കോളേജിൽ 2 പേര് വെച്ചിട്ട് ഏകദേശം ഒരു 28 ടോട്ടൽ അംബാസിഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് അംബാസിഡേഴ്സ് ആയത്? ഓൾറെഡി നമ്മുടെ ബ്രോകാമ്പിൽ ഒത്തിരി ആൾക്കാർ പഠിക്കുന്നുണ്ട്. ഇവരാരും തന്നെ നമ്മുടെ CSE ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ അല്ല. ഇപ്പൊ നമ്മുടെ കോളേജിൽ നമ്മുടെ ബ്രോകാമ്പ്, അതായത് നമ്മുടെ ബ്രോകാമ്പിന്റെ സെയിം സിസ്റ്റം എത്തിക്കാം. അവരെ പല ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും ഇപ്പോൾ നമ്മുടെ കോഡിങ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണേ, ഓരോ കോളേജിലും 2 നമ്മുടെ അംബാസിഡേഴ്സിനെ ബ്രോട്ടോടൈപ്പ് എടുത്തിട്ടുണ്ട്. ആ 2 അംബാസിഡേഴ്സിനെയും വെച്ച് നമ്മുടെ കോളേജിൽ അവർ ബാക്കിയുള്ള എല്ലാ പിള്ളേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതുവഴി അവർക്ക് അവരുടെ സ്കില്ല് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ പല ക്രൈറ്റീരിയ വെച്ച്, സെയിം ഫിമിക്കേഷൻ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ അവരെ എടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള അവസരം എല്ലാം എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ബ്രോട്ടോടൈപ്പിൽ നമ്മുടെ കോളേജ് ചെയ്യുന്ന അംബാസിഡേഴ്സിന്റെ കാര്യം. എല്ലാ കോളേജിൽ നിന്നും കോഡിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും 1-2 ആൾക്കാരെ പിക്ക് ചെയ്യാം. അവരാദ്യം കോഡിംഗ് പഠിപ്പിക്കാം, എന്നിട്ട് അവരോട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ ഏൽപ്പിക്കാം. ഇതൊന്നും ആലോചിക്കുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒന്ന് കോഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുടെ കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്കറിയാം, ഏതൊരു ക്ലാസ് എടുത്താലും 60 സ്റ്റുഡൻസിൽ 1-2 ആൾക്കാർക്ക് കോഡിംഗ് സ്കില്ലുള്ളൂ. നിങ്ങൾക്ക് അവരെ അറിയുകയും ചെയ്യാം, ഇല്ലേ? അത്യാവശ്യം നല്ല സ്ലോയുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് അവരോട് ചോദിച്ച് പഠിക്കാനും അതുപോലെ തന്നെ അവർക്ക് മാറിപ്പെട്ട പരിപാടിക്കൊന്നും വരാത്ത ആൾക്കാർ വരും. അപ്പോൾ വല്ലാണ്ട് കോഡിംഗ് അറിയില്ല, പക്ഷേ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ആൾക്കാരെ നമുക്ക് കിട്ടണം. എന്നിട്ട് അവരെ കോഡിംഗ് പഠിപ്പിക്കണം, എന്നിട്ട് അവർ പഠിച്ചതിന് ശേഷം ബാക്കിയുള്ളവർ പഠിപ്പിക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം. 28 അംബാസിഡേഴ്സ് ഉണ്ട്, കുറേയധികം കോളേജസ് ഉണ്ട്, നിങ്ങൾ പിന്നെ കുറേയധികം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും ചേർത്ത് നമ്മളൊരു കോഡിംഗ് കോമ്പറ്റീഷനാണ് പിന്നീട് നടത്തിയത്.
we are going to have a coding event. Competition ആണ്. Ready അല്ലേ? Your time starts now. അങ്ങനെ നമ്മുടെ കോഡിംഗ് കോമ്പറ്റീഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ റൂൾസ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയാസ് ബ്രോ ഉണ്ട്. നിയാസ് ബ്രോ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. എല്ലാം നമ്മുടെ ക്യാമ്പസ് അംബാസഡേഴ്സ് ആണല്ലോ. പഠിച്ച 100K അതന്നെ 100K ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊരു 2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഫസ്റ്റ് സോൾവ് ചെയ്യുന്ന 40 ആൾക്കാർ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഇരിക്കണം. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ 40 പേര് സെലക്ട് ആവും. ലാപ്പ് ഇല്ലാത്തവർക്ക് ഫോൺ ട്രൈ ഔട്ട് ചെയ്യാം. ഓൾറെഡി നമ്മളുടെ ബാക്കിയുള്ള കോളേജ് കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോട്ടോടൈപ്പ് ക്യാമ്പസ് കമ്മ്യൂണിറ്റിയുടെ എന്താണ് ഡിഫറൻഷിയേറ്റ്, എന്താണ് ബാക്കിയുള്ള കോളേജ് വെച്ച് നോക്കുമ്പോൾ? എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഓക്കെ, ഞങ്ങൾക്കറിയാം എന്താണ് പ്രോട്ടോടൈപ്പ്, ഞങ്ങൾ ആക്ച്വലി അറിഞ്ഞു വന്നവരാണ്. പക്ഷെ അറിയാത്ത കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് ചിലവർക്ക് എന്താ സ്കില്ലെന്ന് പോലും അറിയത്തില്ല. അവർക്കൊരു അവസരം കൊടുക്കുക, ശരിക്കും അതാണ് ഇവിടെ മെയിനായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ. നിങ്ങളുടെ കോളേജിന്റെ കൺവെൻഷൻ മെത്തേഡും അതുപോലെ പുതിയ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും ഡിഫറൻസ് എന്തൊക്കെയാണ്? ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ കോളേജ് ഇവൻറ്റ്സ് ഒക്കെ നടത്തും, അവർ പഠിപ്പിക്കും, അങ്ങ് പോകും, പിന്നെ അവർക്ക് ഡൗട്ട് ചോദിക്കാൻ ആരുമില്ല. ഇതാണെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് അവർക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ തന്നെ ക്ലിയർ ആക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ട് 100K കോഡിംഗ് ചലഞ്ച്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നോർമലി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ കമ്മ്യൂണിറ്റീസും കുറേ ഇവൻ്റ് നടത്തും. മോഹൻലാലിനെ കൊണ്ടുവരും, മമ്മൂട്ടീനെ കൊണ്ടുവരും, മന്ത്രിമാർ വരും, വന്നിട്ട് കുറേ ഇവൻ്റ് നടത്തും. ഫുള്ള് വൈബ്, കുറേ ഗസ്റ്റുകൾ വന്ന് കുറേ ഇവൻറ്റുകൾ. അതായത് ഇവൻ്റ് ഇങ്ങനെ നടത്തി പോകാന്നല്ലാണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഒരുപാട് ഇവൻ്റ് നടക്കണില്ലേ കോളേജുകളിലൊക്കെ, ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ. അപ്പോൾ നമ്മൾ ആലോചിച്ചെന്ന് വെച്ചാൽ വെറുതെ ഇവൻ്റ് നടത്തി പ്രവർത്തനം കാണിച്ചിട്ട് പോകണ്ട. നമുക്ക് പറ്റിയാണ് 5-10 കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം, അതിൽ നോക്കാം. എന്നിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, നമ്മളൊരു ഇവൻ്റ് നടത്തുന്നത് 150 കുട്ടികൾ എന്തെങ്കിലും കൂടി പഠിക്കാൻ ശ്രമിച്ചതിന് ശേഷം. നമ്മൾ ഈ മീറ്റപ്പിനിടയിൽ കുറേയധികം ആൾക്കാർ പരിചയപ്പെട്ടു. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് 2 പേരെ തോന്നിയായിരുന്നു. ആ 2 പേരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിലും വീഡിയോസ് കണ്ട് ഇവര് ഡെവലപ്പേഴ്സായി. ഇപ്പൊ നമ്മുടെ കൂടുതൽ ആൾ നിസ്സാരക്കാരനല്ല കേട്ടോ. നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ജോബിലേക്ക് കയറിയ ആളാണ്. പുള്ളിയോട് തന്നെ ചോദിച്ചറിയാം. പേരെന്താ? എൻ്റെ പേര് വൈഷ്ണവ്. എത്ര നാളെ ജോബിന് കയറിയിട്ട്? ഈ 3-ാം തീയതി കയറിയുള്ളൂ. കോളേജിൽ നിന്ന് സപ്ലൈയോടെയാണ് പുറത്തിറങ്ങിയത്. എത്ര സപ്ലൈ ഉണ്ട്? 10 സപ്ലൈ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നെറ്റ്വർക്ക് ചെയ്തു, നെറ്റ്വർക്കിംഗ് കോഴ്സ് പഠിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ നോക്കി എല്ലാം റെഫർ ചെയ്തു. ആദ്യം 100K, പിന്നെ ഡിസൈനിങ്, ഡെവലപ്മെന്റ്, റിയാക്ട്, നോഡ് JS. ഇപ്പൊ ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിട്ട് തോംസൺ ഡെവലപ്പേഴ്സ് കോഴിക്കോടുള്ളതാണ്. അടുത്തൊരു സബ്സ്ക്രൈബർ ആണ്. എങ്ങനെയാണ് ജോബ് കിട്ടിയത്? എന്തൊക്കെയായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? എൻ്റെ പേര് ആംസൻ യേശുദാസ്. ഇപ്പോൾ കറന്റ് ഒരു 1 ഇയർ മേലെ ആയിപ്പോൾ കറന്റ് 9LP ഒക്കെ ഞാൻ കറന്റ് വർക്ക് ചെയ്യും. ഞാൻ ജോബിന് കയറുമ്പോൾ ഉള്ള എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് +2 സ്റ്റുഡൻ്റ് ആണ്. നോർമലി ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ കേരളത്തിലെയോ ആ ഒരു സ്റ്റുഡൻറ്റ് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം, അതായത് എന്തിനാ ജോയിൻ ചെയ്യേണ്ടതെന്ന് പാനിക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈം. അപ്പോൾ ഞാൻ ഓൾറെഡി +2 ആ ഒരു ഗ്യാപ്പിൽ ഓൾറെഡി സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോബിന് കയറി ഞാൻ കോളേജും കൂടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ മാത്രം കയറിപ്പോയാൽ പോരല്ലോ, എൻ്റെ കൂടെ ഉള്ളവരും കൂടി എൻ്റെ ഒപ്പം എത്തണ്ടേ. അപ്പോൾ ആ ഒരു ഇതിൽ കൂട്ടുകാരെ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരെയും ഈ 100K കോഡിംഗ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു കോഡിംഗ് ഫീൽഡിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. We are conducting the final round. കോമ്പറ്റീഷനിൽ 100 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിലേക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് 40 പേരായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ഇവന്റ് വിൻ ചെയ്തിട്ടുള്ളത് സജിൽ, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. വെരി ഗുഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, അംബാസിഡേഴ്സ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ ഇവന്റിന് വിന്നറായി വന്നത് നമ്മുടെ ചാനലിൽ വീഡിയോസ് കണ്ടുപിടിച്ച സബ്സ്ക്രൈബറാണ്. ആൻഡ് ഹിസ് നെയിം ഈസ് സജിൻ ടീച്ചർ. കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഇപ്പൊ എന്താ പറയാനുള്ളത്? ട്രൈ ഔട്ട് ചെയ്യണവരോടൊക്കെ നമ്മൾ മെയിനായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഒരു ദിവസം സമയമില്ല, നമുക്കാകെ ലേസിനെസ് തോന്നിച്ചാലും മിനിമം ഒരു ലൈന് കോഡയിലും ടൈപ്പ് ചെയ്ത് റൺ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കൺസിസ്റ്റൻസി ആണെങ്കിൽ മെയിൻ. അപ്ഡേറ്റ് ആയിരിക്കാൻ നോക്കുക, പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുക. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പല വാക്കുകൾക്കും വിലയില്ലാത്തത്, നിങ്ങളെ കയ്യിൽ ഇൻകം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങളെ കയ്യിൽ നല്ല രീതിയിൽ ഇൻകം വന്ന് നിങ്ങൾക്ക് നല്ല വാല്യൂ കിട്ടും. നിങ്ങൾക്ക് ഇപ്പം ഇല്ലാത്ത ഫ്രീഡങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് തുടങ്ങാൻ പറ്റും.
കോളേജ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങും. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ചിലപ്പോൾ വളരെ നല്ല സ്നേഹമൊക്കെ ഉണ്ടാവും. ഒരു 6 മാസം 7 മാസം ആകുമ്പോൾ ജോലിയൊന്നും കിട്ടാതെ ആകുമ്പോൾ അവര് വിഷമങ്ങളൊക്കെ പറയാൻ തുടങ്ങും. 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളോട് ദേഷ്യം കാണിച്ചു തുടങ്ങാൻ തുടങ്ങും. 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ആർക്കും ഒരു വിലയില്ലാത്ത ഒരാളായി തീരും വീട്ടിൽ. അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞത് നിങ്ങൾ ആ അവസ്ഥയിലേക്ക് അനുഭവിച്ചറിയാൻ നിൽക്കണ്ട. നിങ്ങളോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളാണ് പുറത്തുള്ളത്. കോളേജിൽ വലിയ പ്രശ്നങ്ങൾ നിങ്ങളത് അറിയുന്നത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞായിരിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 4 വർഷം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ ആയിരിക്കും. നിങ്ങളത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവില്ല കേട്ടോ, അത് ആലോചിക്കണം. നമ്മൾ ആ 2-3 ട്യൂട്ടോറിയൽ സീരീസിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ നോളജ് ഉള്ള ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണോ, നിങ്ങൾ വിചാരിക്കാത്ത ലെവലിൽ നിങ്ങൾ പ്രൊഫൈലായി മാറും. നല്ല പാക്കേജും കിട്ടും. 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മന്ത്ലി സാലറി നല്ല രീതിയിൽ മേടിച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങാം. അതിനുള്ള അവസരം അവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. കിട്ടില്ല പ്രൊഫൈലാവും നിങ്ങൾ. നമ്മൾ ബ്രോട്ടോടൈപ്പ് ക്യാമ്പസ് കമ്മ്യൂണിറ്റി മറ്റുള്ള കമ്മ്യൂണിറ്റീസ് പോലെയല്ല. ഇനീഷ്യലി നമ്മൾ കോളേജിലേക്ക് അപ്രോച്ച് ചെയ്തിട്ട് ഇതുപോലെ ക്യാമ്പസ് കമ്മ്യൂണിറ്റി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് റിജക്ഷൻസ് ആയിരുന്നു ഫുള്ളായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളൊന്നും കോളേജസ് ആദ്യം വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 4 വർഷത്തിന് ശേഷം ഇപ്പോൾ കോളേജാണ് നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ കോളേജ് കമ്മ്യൂണിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇതിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനി വരാൻ പോകുന്നത് 1000 പ്ലേസ്മെന്റ് സെറ്റ് ചെയ്തതിൻ്റെ 12 ഇവൻറ്റ്സ് ആണ്. സോ ഇനി വരുന്ന ഇവൻറ്റ്സിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.